Anil. It's my absolute pleasure. And this is MC Nandana Damodaran signing off. Thank you so much. ജഡ്ജസിന്റെ പറഞ്ഞിട്ടാണ് Okay, so Nandana പോവാണോ സമയമായി? Okay, no worries. Thank you dear. Thank you. So പോയിട്ട് വരൂ. Okay. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മെഹഫിൽ രാവിന്റെ സീസൺ 1 ഗ്രാൻഡ് ഫിനാലെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജഡ്ജസിനോട് ചോദിക്കണം, എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ റൗണ്ട്? എങ്ങനെയുണ്ടായിരുന്നു മാം? 8 പേര് പാടി കഴിഞ്ഞു. സോ അവരുടെ ഒരു സോങ് സെലക്ഷൻ, 8 പേരുടെ പെർഫോമൻസ്. യെസ്, ജഡ്ജസിന്റെ മൈക്ക് ഒന്ന് ഞങ്ങൾക്ക് ഓണാക്കി തരാൻ പറ്റുമോ? ജഡ്ജസിന്റെ മൈക്ക്. എങ്ങനെയുണ്ടായിരുന്നു മാം 8 പേരുടെ പെർഫോമൻസ്? എല്ലാവരും നന്നായിട്ടൊന്ന് പാടിയിട്ടുണ്ട്. ഓക്കെ, സെമി ഫൈനലിൽ നന്നായിട്ട് പെർഫോം ചെയ്തവർ ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. പിന്നെ അടുത്ത റൗണ്ടിൽ ചിലപ്പോൾ വീണ്ടും മറിയാം. എന്നാലും നമ്മളും ഓഡിയൻസിനെ പോലെ വെയിറ്റിംഗ് ആണ്. കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് നടത്തുന്നുണ്ടോ? എല്ലാവരും എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് സംഗീതം ആസ്വദിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഇന്ന് കാസർഗോഡിന്റെ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലുള്ളത്. സോ നിങ്ങൾ മനസ്സിൽ കണ്ടത് ഒന്നാമത്തെ ആളിനാണോ രണ്ടാമതാണോ ഇനി 8 വരെ പാടിയതിൽ ആർക്കാണ് ആ വിജയ്? ആരാണ്? ക്യാഷ് പ്രൈസ് ആണ് വിജയെ കാത്തിരിക്കുന്നത്. സോ ഈ പറഞ്ഞതുപോലെ ജഡ്ജസ് പാട്ടുകളായിരിക്കും രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ 8 മത്സരാർത്ഥികളും പാടുക. ഈ 2 റൗണ്ടും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും അല്ലെ ജഡ്ജസ് 2 റൗണ്ടിന്റെ കൂടി ഒരു ആകത്തുകയായിരിക്കും, ഒരു ആവറേജ് ആയിരിക്കും നമ്മുടെ വിന്നേഴ്സിനിടുക. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് വിന്നേഴ്സിനാണ് ക്യാഷ് പ്രൈസും മെമന്റോസും നമ്മുടെ മെഹഫിൽ റാവ് സീസൺ 1 വലിയ ട്രോഫിയൊക്കെ ഞങ്ങൾ നൽകുക. ഒപ്പം തന്നെ ഇന്നത്തെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് പ്രസന്റിംഗ് മെഹഫിൽ റാവ് സീസൺ 1 ഗ്രാൻഡ് ഫിനാലെ പവർഡ് ബൈ ദ സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് നാലപ്പാട് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ അസോസിയേറ്റ് സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് സൽമാൻ ആൻഡ് കർഷക ശ്രീ മിൽക്ക് കൂടിയാണ്. സോ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് സഹകരിച്ച് നടത്താം. ഏത് കായിക പരിപാടിയാണെങ്കിലും ഇനി മുതൽ നഗരസഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചു. മാത്രമല്ല കാസർഗോഡിനെ കുറിച്ചുള്ള ഒരു ദുഷ്പേര് സൂര്യമസ്തമിക്കുമ്പോൾ ഉറങ്ങുന്ന ഒരു നഗരമെന്നായിരുന്നു. അത് മാറ്റി പാതിര വരെ ഉണരുന്ന ഒരു നഗരമായി മാറ്റാൻ വേണ്ടി നഗരസഭയ്ക്ക് നിയമപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ കായിക കലാ സംഘടനകൾക്കും ഞങ്ങൾ നൽകുമെന്ന് ഇതിനാൽ ഉറപ്പു നൽകുന്നു. അല്ല, സാർ ഇപ്പൊ പറയായിരുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങുന്ന നാടാണ് കാസർഗോഡ് എന്നൊരു ചെറിയ പേരിട്ടത്. പക്ഷെ കഴിഞ്ഞ 6 തവണ ഞാനിവിടെ ബേക്കലിലും മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിട്ട് പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോൾ മനസ്സ് നിറഞ്ഞ് ഞാൻ പറയുകയാണ്, ഇവിടെ വന്ന ഓരോരുത്തരും പ്രോഗ്രാം കഴിയുന്നത് വരെ ഇരുന്ന് രസിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞങ്ങൾക്കൊക്കെ കാസർഗോഡ് വരാനായിട്ട് ആഗ്രഹം. പലരും പറയും വളരെ ദൂരത്തുള്ള ഒരു സ്ഥലമാണ്, ഞങ്ങൾ കൊച്ചിക്കാരും തിരുവനന്തപുരംകാരും ഒക്കെയാണ്. എന്നാലും ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ ഓടി കാസർഗോഡ് വരുന്നതിന്റെ റീസൺ നിങ്ങൾ ഓരോരുത്തരുമാണ്. സോ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ മെഹഫിൽ റാവ് തീരുന്നത് വരെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. പിന്നെ ഉറങ്ങുമ്പോൾ എന്താ സാർ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങുമെന്ന് പറഞ്ഞു, അതിന് വലിയൊരു മാറ്റം കൊണ്ടാണ് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. ലത്തീഫ് സാർ ഇവിടെ ഇല്ലേ? ലത്തീഫ് സാർ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ലത്തീഫ് സാറിന്റെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം, രാത്രി 12 മണി വരെയാണ് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ദുബായിലും കൊച്ചിയിലും ഒക്കെ കാണുന്നത് പോലെ ഇല്ല. ഇവിടെ 2 പേരും ഒരേ ഡ്രസ് ഇട്ട് വന്ന് നിൽക്കുന്നു. അവരൊരു വീണ്ടിനാണെന്നാണ് തോന്നുന്നത്. ചേച്ചി അനിയത്തിയാണോ? ആരാണ് ഈ ഡ്രസ്സ് തിരഞ്ഞെടുത്തത്? ഫാത്തിമ. ഇവിടെ നമ്മള് ഓക്കെ. ആരാണ് ഡ്രസ്സ് സെലക്ട് ചെയ്തത്? ബാപ്പയമ്മ എന്തിയെ? ഒരു കായ്ത്തരമോ പൂങ്കൊടുത്താൽ വടിലാൽ വരണ്ടേ, ആടി വന്നാൽ കായ് വരണ്ടേ, മന്ദാകിനി ഒന്നാകുമോ ചെന്താമ്പരേ എണ്ണാമ്പരേ ഒന്നാകുമോ. ും കാലം കാത്തി വെച്ച രക്ഷകനെ സ്മാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ പഴമേ മാറി കുറിയൻ
നൽകാനാക്കിട്ടൊന്നുമില്ല ഇരുട്ടിൽ സിറ്റി പാടും രാജാവൊക്കെ എല്ലാടും ചൊല്ല് കാസർഗോഡിൻ്റെ മനസ്സിനെ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നതിലേക്ക് കൂട്ടുകൊണ്ടുവരാനും നമ്മുടെ നാട്ടിൽ